ഇത് ചൈന, റഷ്യ, ഇന്ത്യ എന്നിവർ ഒരുമിച്ച് കളിച്ച ഒരു ഗോൾഡൻ ഗെയിമാണ്. അതിനു മുൻപ് അമേരിക്കയുടെ പ്രകാശം മങ്ങിപ്പോയി. ട്രംപിന്റെ നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ ഒഴുകി. അമേരിക്ക ഒരു കളിമറ്റായി കരുതിയ ആ പൊന്നിന്റെ ലോഹം തന്നെ സൂപ്പർ പവറിന്റെ ശവകുടീരം കുഴിച്ചു. ലോക ഖജനാവുകളുടെ മാപ്പ് മാറിപ്പോയി. ഇനി യുദ്ധഭൂമിയിലല്ല, ഇപ്പോൾ ഡോളറിന്റെ ഇരുണ്ട മുറിയിലാണ് യഥാർത്ഥ യുദ്ധം നടക്കുന്നത്. ബ്രിക്സ് ഒറ്റ അടിയിൽ വാൾസ്ട്രീറ്റ് സാമ്രാജ്യം മുഴുവൻ കുലുങ്ങിപ്പോയി. 2025 ഡോളർ പഴയ കടലാസായി മാറാനുള്ള വക്കിലാണ്. ഇന്ത്യയുടെ ഗോൾഡ് റഷിലൂടെ ഇപ്പോൾ ലോകത്തിന് യഥാർത്ഥ ബോസ് ഇന്ത്യയാണെന്ന് മനസ്സിലായി. ഇതുവരെ ലോകം ദൈവമായി കരുതിയ ആ കടലാസ് കഷ്ണം ഡോളർ, അതിന്റെ ശക്തി കൊണ്ട് അമേരിക്ക ലോകത്തെ വിരലിലൊതുക്കി ആടിച്ചു. പക്ഷേ ഇപ്പോൾ അതേ അമേരിക്കയുടെ കാൽ കീഴിൽ നിലം കുലുങ്ങുന്നു. ഇതേതെങ്കിലും മിസൈൽ ആക്രമണമല്ല, ആണവ ബോംബ് പൊട്ടലല്ല, ഇതൊരു സാമ്പത്തിക കൊടുങ്കാറ്റാണ്. അതിന്റെ മുറുമുറുപ്പുകൾ കൊണ്ടുതന്നെ വാഷിംഗ്ടണിലെ ഇടവഴികളിൽ നിശബ്ദത പടർന്നു. ഒരു വശത്ത് യുക്രൈൻ, മിഡിൽ ഈസ്റ്റിൽ തോക്കുകൾ, ഗുണ്ടകൾ ചപ്പുട് ചെയ്യുമ്പോൾ മറുവശത്ത് ലോകത്തിലെ 3 മഹാശക്തികൾ ഇന്ത്യ, റഷ്യ, ചൈന ഒരു ചക്രവ്യൂഹം രചിക്കുകയാണ്. അതിനെ ഭേദിക്കാൻ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് കഴിയില്ല. വാർത്തകൾ പുറത്തുവരുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ നിശബ്ദമായി, ശബ്ദമില്ലാതെ ലോകത്തിലെ പകുതി സ്വർണം കൈവശപ്പെടുത്തി. അതെ, ആ സ്വർണം അമേരിക്ക ഫ്രീസ് ചെയ്യാൻ കഴിയാത്തത്, ഹാക്ക് ചെയ്യാൻ കഴിയാത്തത്, തനിക്കിഷ്ടമുള്ള പോലെ നിയന്ത്രിക്കാൻ കഴിയാത്തത്. അമേരിക്ക ഡോളറിനെ ആയുധമാക്കി റഷ്യയെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ അതേ ഡോളർ തന്റെ മരണം നേരിടുകയാണ്. 2025 ഇത്തരമൊരു കാലഘട്ടമാണ്. ഇനി കറൻസി യുദ്ധം സ്വർണ്ണ ഇഷ്ടിക കൊണ്ടാണ് നടക്കുന്നത്. പെട്ടെന്ന് ഇന്ത്യ തന്റെ ഖജനാവിൽ ടണ്ണുകൾ സ്വർണം നിറയ്ക്കുന്നത് എന്തുകൊണ്ട്? ചൈനയും റഷ്യയും എന്തുകൊണ്ട് ഭ്രാന്തമായി ഗോൾഡ് മൈനിങ് നടത്തുന്നു? അതിലും വലിയ ചോദ്യം, നിങ്ങളുടെ ജേബിലുള്ള ഡോളറോ രൂപയോ വരും ദിവസങ്ങളിൽ പഴയ കടലാസായി മാറുമോ? ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിൽ മുന്നോട്ട് നൽകാം. അതിനാൽ വീഡിയോയിൽ തുടരുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായും എഴുതുക. അസലിലെ കാര്യം എന്താണ്? ട്രംപ് ഭരണകൂടത്തിന്റെ മുഖത്ത് ആശങ്കയുടെ രേഖകൾ എന്തുകൊണ്ടുവന്നു? അസലിലെ കാര്യം ഇതാണ്. അമേരിക്കയ്ക്ക് തന്റെ കറൻസി ഡോളർ അജേയമാണെന്ന് തോന്നി. ഏത് രാജ്യത്തിനും ഉപദ്രവം ഏർപ്പെടുത്താം. ആ രാജ്യത്തിന്റെ ഡോളർ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാം. അപ്പോൾ ആ രാജ്യം മുട്ടുകുത്തിയിട്ട് വീഴും എന്ന് കരുതി. 2022 റഷ്യയോട് ഇതേ ശ്രമം നടത്തി. അമേരിക്ക റഷ്യയുടെ വിദേശ നാണ്യനിധികൾ ഫ്രീസ് ചെയ്തു. പക്ഷേ ഇവിടെയാണ് അമേരിക്ക ഒരു വലിയ തെറ്റ് ചെയ്തത്. ഡോളർ ഇനി സുരക്ഷിതമല്ലെന്നും അത് രാഷ്ട്രീയ ആയുധമാണെന്നും ലോകത്തിന് സന്ദേശം നൽകി. അപ്പോഴാണ് ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ ബുദ്ധിമാന്മാർ തങ്ങളുടെ ഗെയിം പ്ലാൻ മാറ്റിയത്. നാളെ അമേരിക്കയുമായി നമുക്ക് ഗോഡവയുണ്ടെങ്കിൽ നമ്മുടെ പണം കൂടി നിർത്തുമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടവർ സുരക്ഷിതമായ അഭയം തേടി. അത് സ്വർണമാണ്. 2025 ഏറ്റവും പുതിയ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ബ്രിക്സ് രാജ്യങ്ങളുടെ പക്കൽ ഇപ്പോൾ ലോകത്തിലെ പകുതി സ്വർണമുണ്ട്. ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകളുടെ പക്കൽ ഏകദേശം 36,000 ടണ്ണുകൾ സ്വർണമുണ്ട്. അതിൽ 17,500 ടണ്ണുകൾക്ക് മുകളിൽ ഇപ്പോൾ ബ്രിക്സ് ക്യാമ്പിലേക്ക് പോയി. ഇത് വെറുമൊരു ലോഹം മാത്രമല്ല, ഇത് അമേരിക്കൻ സാമ്പത്തിക അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനുള്ള ടിക്കറ്റാണ്. ഇപ്പോൾ ഈ 3 പേരുടെ ഗെയിം മനസ്സിലാക്കുക. ഇത് സാധാരണ സഖ്യമല്ല. ഒരു വശത്ത് ഡ്രാഗൺ എന്ന് ചൈന, മറുവശത്ത് കരടി എന്ന് റഷ്യ, മൂന്നാമത്തേത് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ, നമ്മുടെ ഇന്ത്യ. ഈ 3 പേരും കൂടി സ്വർണം എന്ന മലയെ നിർമ്മിച്ചു. അമേരിക്കൻ ഫെഡറൽ റിസർവ് അമ്പരന്ന് പോയി. കണക്കുകൾ നോക്കുക. 2024 ചൈന ഏകദേശം 380 ടണ്ണുകൾ സ്വർണം ഉൽപ്പാദിപ്പിച്ചു. റഷ്യ 340 ടണ്ണുകൾ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ വാങ്ങുന്നവനായി ഉയർന്നു. 2025 ഇന്ത്യയുടെ ഗോൾഡ് റിസർവ് 880 ടണ്ണുകൾ കടന്നു. ചൈനയ്ക്ക് 2298 ടണ്ണുകൾ, റഷ്യയ്ക്ക് 2336 ടണ്ണുകളുണ്ട്. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതുവരെ നിശബ്ദമായി നിന്ന ബ്രസീൽ സെപ്റ്റംബർ 2025 പെട്ടെന്ന് 16 ടണ്ണുകൾ സ്വർണം വാങ്ങി. ഈ രാജ്യങ്ങൾ ഡോളറിനെ ഡംപ് ചെയ്യുകയാണ്, സ്വർണത്തെ പമ്പ് ചെയ്യുകയാണ്. അർത്ഥം വ്യക്തം. നിങ്ങളുടെ കടലാസ് നമുക്ക് വേണ്ട, യഥാർത്ഥ വസ്തു വേണം. ഈ രാജ്യങ്ങൾ വെറും സ്വർണം വാങ്ങുക മാത്രമല്ല, അതിന്റെ സപ്ലൈ ചെയിൻ കൂടി നിയന്ത്രിക്കുന്നു. അതായത് മാർക്കറ്റിൽ എത്ര സ്വർണം വരുന്നു, ഏത് വിലയ്ക്ക് വിൽക്കുന്നു, ഈ റിമോട്ട് കൺട്രോൾ ഇപ്പോൾ പതുക്കെ വാഷിംഗ്ടണിൽ നിന്ന് ന്യൂഡൽഹി, ബെയ്ജിംഗ്, മോസ്കോ എന്നിവയുടെ കൈകളിലേക്ക് വരുന്നു. പക്ഷേ അമേരിക്കയ്ക്കുള്ള യഥാർത്ഥ അപകടമെന്താണ്? വെറും സ്വർണം വാങ്ങുന്നതുകൊണ്ട് സൂപ്പർ പവർ കസേര കുലുങ്ങുമോ? അതെ, തീർച്ചയായും കുലുങ്ങും.
കാരണം ലോക വാണിജ്യം മുഴുവൻ ഡോളറിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അമേരിക്കയുടെ ശക്തി അതിൻ്റെ സൈന്യത്തേക്കാൾ കൂടുതൽ ഡോളറിലാണ്. ഇന്ത്യ, റഷ്യ, ചൈന തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾക്ക് ഡോളറിനെ ബൈപ്പാസ് ചെയ്ത് പ്രാദേശിക കറൻസികളോ സ്വർണമോ ഉപയോഗിച്ചാൽ ഡോളറിൻ്റെ ഡിമാൻഡ് കുറയും. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ലളിത നിയമം: ഡിമാൻഡ് കുറഞ്ഞാൽ വില കുറയും. ബ്രിക്സ് രാജ്യങ്ങൾ ഇപ്പോൾ ഗ്ലോബൽ ട്രേഡിൻ്റെ 30% നിയന്ത്രിക്കുന്നു. തങ്ങളുടെ 1/3 വാണിജ്യം ഡോളറിൽ നിന്ന് സ്വതന്ത്രമാക്കി. ട്രംപും അദ്ദേഹത്തിന്റെ ഉപദേശകരും തങ്ങളുടെ കൺമുന്നിൽ ഒരു പുതിയ സാമ്പത്തിക ബ്ലോക്ക് നിൽക്കുന്നത് കാണുന്നു. അത് അമേരിക്കൻ ഭീഷണികൾക്ക് ഭയപ്പെടില്ല. ബ്രിക്സിൽ പഴയ 5 രാജ്യങ്ങൾ മാത്രമല്ല, ഇറാൻ, UAE, ഈജിപ്ത്, ഇഥിയോപ്യ തുടങ്ങിയ പുതിയ കളിക്കാരും ചേർന്നു. ആലോചിക്കുക, എണ്ണ വിൽക്കുന്ന രാജ്യങ്ങൾ UAE, ഇറാൻ. എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ചൈന. ഒരാൾ മറ്റൊരാളുമായി സ്വർണമോ പ്രാദേശിക കറൻസിയിലോ വാണിജ്യം നടത്തിയാൽ പെട്രോ ഡോളറിന് എന്താകും? അത് കടലാസ് കഷ്ണമായി മാറും. ഇതാണ് അമേരിക്കയ്ക്കുള്ള ഭയം. അതിന് വൈറ്റ് ഹൗസിൽ രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിൽ ഇന്ത്യക്ക് എന്ത് ലാഭം? നമ്മൾ എന്തുകൊണ്ട് ഈ ഗോഡവയിൽ വീഴുന്നു? നോക്കൂ, ഇന്ത്യ നൂറ്റാണ്ടുകളായുള്ള ചാതുര്യത്തോടെ കളിക്കുകയാണ്. നമ്മൾ ആരുടെയും പിന്നാലെയല്ല, നമ്മുടെ സ്വന്തം സുരക്ഷയാണ് നോക്കുന്നത്. ഇന്ത്യക്കറിയാം, ലോകം ഇപ്പോൾ മൾട്ടി പോളാറാകുന്നു. ഒരു ധ്രുവം അമേരിക്കയുണ്ട്, മറ്റൊരു ധ്രുവം കിഴക്കോട്ട് രൂപപ്പെടുന്നു. ഇന്ത്യ തന്റെ ഖജനാവിനെ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. നാളെ വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നാലും, യുദ്ധം നടന്നാലും കടലാസ് നോട്ടുകൾ പഴയതാകും, ഡിജിറ്റൽ കറൻസി ഹാക്കാകും. പക്ഷേ സ്വർണം എപ്പോഴും എല്ലാ പ്രതിസന്ധിയിലും എല്ലായിടത്തും നടക്കും. ഇത് ന്യൂട്രൽ അസറ്റാണ്. ഇതിനെ ആരും ഫ്രീസ് ചെയ്യാൻ കഴിയില്ല. 2025 റെക്കോർഡ് തോതിൽ സ്വർണം വാങ്ങി ഇന്ത്യ ഭാവിക്ക് തയ്യാറാണെന്ന് കാണിച്ചു. RBIയുടെ തഹക്കാനകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വർണം നമ്മുടെ രൂപയ്ക്ക് ഇരുമ്പു ശക്തി നൽകുന്നു. ഇത്രയും സ്വർണമുണ്ടെങ്കിൽ ലോകം നമ്മുടെ കറൻസിയിൽ വിശ്വാസം വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണിപ്പോൾ ലോക നിയമങ്ങൾ ഇന്ത്യയെ ആശയോടെ നോക്കുന്നത്. നമ്മൾ ഡോളറിന്റെ ദാദാഗിരി അവസാനിപ്പിച്ച് നമ്മുടെ ഷർത്തുകളിൽ ലോകവുമായി വാണിജ്യം നടത്താനുള്ള വഴി തയ്യാറാക്കുകയാണ്. റഷ്യ, ചൈന എന്നിവയുടെ കാര്യത്തിൽ അവരുടെ ശക്തിയും തന്ത്രവും വ്യക്തമാണ്. റഷ്യയ്ക്ക് ഉപരോധമുള്ളതുകൊണ്ട് ഡോളർ ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷേ ആ ബലവത്തിനെ തന്റെ ശക്തിയാക്കി മാറ്റി. തന്റെ എണ്ണ, വാതകം, റൂബിൾ അല്ലെങ്കിൽ സ്വർണം ബദലായി വിൽക്കാൻ തുടങ്ങി. ചൈനയുടെ കാര്യത്തിൽ തായ്വാൻ വിഷയത്തിൽ അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ തയ്യാറാണ്. തായ്വാനെ ആക്രമിച്ച ദിവസം തന്നെ അമേരിക്ക ആദ്യം അതിന്റെ ഡോളർ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുമെന്നറിയാം. അതുകൊണ്ട് ചൈന മുൻകൂട്ടി ഡോളർ അസറ്റുകൾ വിറ്റ് സ്വർണം വാങ്ങുന്നു. ഇതിനെയാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ മുഴുവൻ ഗെയിമിലും ഇന്ത്യ കിങ് മേക്കർ റോളിലാണ്. ഇന്ത്യ റഷ്യയുടെ അന്ധഭക്തനല്ല, ചൈനയുടെ സുഹൃത്തല്ല, അമേരിക്കയുടെ അടിമയല്ല. ഇന്ത്യ തന്റെ ലാഭങ്ങൾക്കായി എവിടെ ശരിയാണോ അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ലാഭം ലോക സാമ്പത്തിക ചാവി ഒരൊറ്റ രാജ്യത്തിന്റെ, അമേരിക്കയുടെ കയ്യിലിരിക്കരുത്. സ്വർണം വാങ്ങലിലൂടെ ഈ പവർ ബാലൻസ് മാറ്റാനുള്ള ശ്രമമാണ്. എന്നാൽ ഡോളർ പൂർണ്ണമായി അവസാനിക്കുമോ? അമേരിക്ക നശിക്കുമോ? രാത്രി അങ്ങനെയാകില്ല. അമേരിക്കയ്ക്ക് ഇപ്പോഴും 8133 ടണ്ണുകൾ സ്വർണമുണ്ട്, ലോകത്തെ ഏറ്റവും കൂടുതൽ. പക്ഷേ ട്രെൻഡ് നോക്കുക, ദിശ നോക്കുക. കാറ്റിന്റെ ദിശ മാറിപ്പോയി. ഡോളറിന്റെ മൂല്യം ദീർഘകാലത്തിൽ കുറയും. ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ ഗോൾഡ് റഷ് ഡോളറിന്റെ വിശ്വാസ്യതയിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിക്കുന്നു. ഇതിനെ ഡോളറൈസേഷൻ എന്ന് വിളിക്കുന്നു. ഇത് പതുക്കെ നടക്കുന്ന മരണമാണ്. ദേവദാരു മരത്തിന്റെ ഉള്ളിൽ നിന്ന് ഖാലിയാക്കുന്നത് പോലെ ഈ സ്വർണ്ണ സമാഹരണം അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ ഉള്ളിൽ നിന്ന് ദുർബലമാക്കുന്നു. ഇപ്പോൾ ഡോളർ രൂപയെ അടിച്ചമർത്തുന്നുണ്ടെങ്കിലും ലോകത്തിലെ പകുതി രാജ്യങ്ങൾ ഡോളർ സ്വീകരിക്കുന്നത് നിർത്തിയാൽ ആ എല്ലാ ഡോളറുകളും അമേരിക്കയിലേക്ക് തിരിച്ചുവരും. അവിടെ പണപ്പെരുപ്പം വൻതോതിൽ വർദ്ധിച്ച് അമേരിക്കയെ സ്വയം നിൽക്കാൻ കഴിയാതാക്കും. ലോക കറൻസി വ്യവസ്ഥ മൾട്ടിപോളാറാകുന്നു. അതിൽ സ്വർണം പുതിയ യാങ്കർ അല്ലെങ്കിൽ ലങ്കറായി പ്രവർത്തിക്കുന്നു. കപ്പൽ എത്ര വിറച്ചാലും ലങ്കർ ബലമുള്ളതാണെങ്കിൽ അത് മുങ്ങില്ല. ഇന്ത്യ, റഷ്യ, ചൈന ഇപ്പോൾ അത്തരമൊരു ലങ്കർ വച്ചിരിക്കുന്നു. ഈ കഥയിലെ ഏറ്റവും വലിയ ക്ലൈമാക്സ് ഇതാണ്. ഇപ്പോൾ അമേരിക്ക കുടുങ്ങിപ്പോയതുപോലെ തോന്നുന്നു. ഇന്ത്യയിൽ ഒതുക്കം വയ്ക്കാൻ കഴിയില്ല. കാരണം ചൈനയ്ക്കെതിരായി ഇന്ത്യ ആവശ്യമാണ്. റഷ്യ ഒന്നും ചെയ്യില്ല. ചൈന അതിന്റെ ഭീഷണികൾക്ക് ഭയപ്പെടില്ല. ട്രംപ് ഭരണകൂടം നോക്കുന്നു. അവരുടെ കൈകളിൽ നിന്ന് ഗ്ലോബൽ ഇക്കോണമിയുടെ റിമോട്ട് ജാരി പോകുന്നു. സ്വർണം, ഈ പ്രകാശം അമേരിക്കയുടെ സ്വർണ്ണയുഗത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാണ്. ഇത് 2025 പുതിയ ഗോൾഡ് സ്റ്റാൻഡേർഡാണ്. ഏത് ഉടമ്പടിയിലൂടെയുമല്ല, ബ്രിക്സ് രാജ്യങ്ങളുടെ ശക്തിയും ബുദ്ധിയും കൊണ്ട് രൂപപ്പെടുന്നത്. ഇനി ലോകത്തെ നയിക്കാൻ വാഷിംഗ്ടണിന്റെ അനുവാദം വേണ്ട. തങ്ങളുടെ ഖജനാവിലുള്ള സ്വർണത്തിന്റെ ശബ്ദം മതി. ആ ശബ്ദത്തിൽ ഇന്ത്യയുടെ ശബ്ദം ഏറ്റവും ബലമായി കേൾക്കുന്നു. അതിനാൽ സുഹൃത്തുക്കളെ, ഇത് നിങ്ങളുടെ കണ്ണുകൾക്കകലെ നടക്കുന്ന ആ ഗോൾഡൻ വാറിന്റെ പൂർണ്ണ ഇൻസൈഡ് സ്റ്റോറി.
ഒരു വശത്ത് മുങ്ങിപ്പോകുന്ന ഡോളർ, മറുവശത്ത് പ്രകാശിക്കുന്ന സ്വർണം. ഇന്ത്യ തന്റെ വശം തിരഞ്ഞെടുത്തു. നമ്മൾ സുരക്ഷ, ആത്മനിർഭരത എന്നിവയിലേക്ക് അടിയെടുക്കുകയാണ്. പക്ഷെ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇന്ത്യ പൂർണ്ണമായി ഡോളറിനെ ഉപേക്ഷിക്കണോ? ഭാവിയിൽ സ്വർണം തന്നെ ലോകത്തിലെ ഏക കറൻസിയാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായും എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം കൂടുതൽ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.